അതെ, ഞാൻ രാവിലെ ഞാൻ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മടി ടൈറ്റ് ആക്കി നിർത്തിയിട്ടില്ല. അതെല്ലാം കറന്നതാണ്. മിനിമം 6-7 എടുത്താൽ കൂടി വണ്ടി വാടക 6000 രൂപയുടെ മേലെ വരും. അങ്ങനെയൊക്കെ ചിന്താമണി പശുക്കൾ ആ കാരണം കൊണ്ടെല്ലാം എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാനുമായി ബന്ധപ്പെടാം. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പാല് ഈട് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഈ ചെന ആയാലും 7-ാം മാസത്തിൽ ചെനയില് നിർത്തുമ്പോഴും അത്യാവശ്യം ഒരു 13-14 ലിറ്റർ പാലുണ്ടാവും. അപ്പൊ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുന്നു. സാധാരണയായിട്ട് പശു ഫാം ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് നല്ല ചിന്താമണി പശുക്കളെ കൊണ്ട് നിർത്തുക എന്നൊരു പൊതുവെ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന എല്ലാം നല്ല ചിന്താമണി പശുക്കളാട്ടോ. ചിന്താമണി എന്ന് പറയുന്നത് ഒരു ബ്രീഡൊന്നല്ല, നല്ല HF പശുക്കളാണ്. ഒരു ദിവസം 20-ലധികം ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളായിരിക്കും ഈ ചിന്താമണി പശുക്കളെല്ലാം തന്നെ. ഈ കാണുന്ന പശുക്കളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതാണെങ്കിൽ പാലക്കാട് കണ്ണനൂരുള്ള ഷീര ഡയറി ഫാമിലാണ്. അപ്പോൾ ഈ പശുക്കളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അഷാദ്, നമസ്കാരം. നമസ്കാരം ഏട്ടാ. അപ്പം നമ്മൾ ഇന്നും പുതിയ ലോഡ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ ഒരു 1:30 ഇറങ്ങിയതാണ് പുലർച്ചെ. നമുക്കിപ്പോ എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മള് സാധാരണ പോലെ തന്നെ 10 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും. പക്ഷെ ലോഡിന് പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? അതെ, എന്താന്ന് വെച്ചാൽ കൂടുതലും പ്രസവിച്ച പശുക്കളാണ് എടുത്തേക്കുന്നത്. അല്ല, സാധാരണ നമ്മൾ അങ്ങനെ അല്ലല്ലോ എടുക്കാൻ. അല്ല, നമ്മൾ ഒരാളുടെ ആവശ്യപ്രകാരം കുറച്ച് പ്രസവിച്ച പശുക്കൾ വേണമെന്ന് കുറച്ച് പേര് വിളിച്ചപ്പോ അവർക്ക് ആവശ്യത്തിന് പ്രസവിച്ച് 1-2 ദിവസം മഞ്ഞപ്പാല് നിൽക്കുന്ന രീതിക്കുള്ള പശുക്കളെ കൺഫേം ചെയ്ത് വീഡിയോ കണ്ട് അതിന്റെ മാച്ചൊക്കെ പോയി എന്നുള്ള കൺഫേം ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന പശുക്കളാണ് എല്ലാം. 9 പശുക്കളും പ്രസവിച്ചതാണ്. 9 എണ്ണവും പ്രസവിച്ചതാണ്. 9 കുട്ടികളും ഉണ്ട്. അതെ, ഒന്ന് കാണാം. പിന്നെ പശുക്കളെല്ലാം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ലാക്ടേഷൻ? ഫസ്റ്റും ഉണ്ട്, സെക്കൻഡും ഉണ്ട്. ഈ 10 എണ്ണം ഒരാൾക്ക് വേണ്ടിയാണ്? അല്ല, 3-4 കസ്റ്റമർക്ക് വേണ്ടി എടുത്തത്. നമ്മൾ ഡയറക്റ്റ് വീടുകളിൽ നിന്നാണോ അതോ അവിടുത്തെ ചന്തയിൽ നിന്നാണോ അതെങ്ങനെ എടുക്കണേ ഒന്ന് പറയാമോ? ഇല്ല, ഞാൻ വീടുകളിൽ നിന്ന് എടുക്കും, ചന്തകളിൽ നിന്ന് എടുക്കും. പക്ഷെ ഇത് ചന്തയിൽ നിന്ന് എടുത്ത പശുക്കളാണ്. ഇത് ചന്തയിൽ നിന്ന് എടുത്ത പശുക്കളാണല്ലേ. നമുക്ക് ഇതിനിപ്പോ ഫസ്റ്റ് ലാക്ടേഷനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ? ഫസ്റ്റ് ലാക്ടേഷൻ പറയുമ്പോ നമുക്കിപ്പോ 1 രൂപ മുതൽ നമുക്കൊരു 1.25 വരെയൊക്കെ വരുന്നുണ്ട്. ഇന്നൊരു 95-96 റേഞ്ചിലുള്ളതും ഉണ്ടായിരുന്നു. നമുക്കൊരു 96 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ പോലത്തെ പശുവാണ്. 96 രൂപ. ഒരു 2 വലിയുള്ള കടിഞ്ഞൂലാണ്. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. രണ്ട് പല്ലുള്ള പശു കേട്ടാ. അത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു, നല്ല ഹെൽത്തി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പശു തന്നെയാണ്. അവിടുന്ന് എങ്ങനെ റേറ്റിന് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എപ്പോഴും ഒരു റേറ്റ് കൊടുക്കൂല. നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ അത് 11 ലിറ്ററോളം പാല് കറന്നതാണ്. എല്ലാ പശുക്കളും നിങ്ങൾക്ക് നോക്കാം. ഞാനിപ്പോ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് മടി എപ്പോഴും തള്ളിച്ച് വെച്ച് ഞാൻ നിർത്തിയിട്ടില്ല. എല്ലാം കറന്ന് മടി എല്ലാം ഡൗൺ. അതെ, ഞാൻ രാവിലെ ഞാൻ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മടി ടൈറ്റ് ആക്കി നിർത്തിയിട്ടില്ല. അതെല്ലാം കറന്നതാണ്. വരുമ്പോ തന്നെ ഞാൻ അവിടെ കറന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇപ്പൊ കറന്നതിൽ ഇച്ചിരി ടോപ്പായിട്ട് നിൽക്കണ ഏതാ? ഇതില് ടോപ്പായിട്ട് നിന്നത് പറയുമ്പോ ഈ പശുവാണ്. അത്യാവശ്യം നമുക്കൊരു 15 ലിറ്ററിന് മേലെ കറന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. ഫസ്റ്റ് 15 ലിറ്റർ. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, നമുക്ക് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം. അവിടെ നിൽക്കുന്ന പശുക്കളായ കാരണം ചിലപ്പോ മടി കെട്ടി നിർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിന് ഞാൻ പറയില്ല. ഈ കിട്ടിയ പാലിന് ഒരിക്കലും ഞാൻ ഒരു ഗ്യാരണ്ടി പറയില്ല. ഞാൻ അവിടെ നിർത്തി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കിട്ടുന്ന പാല് വെച്ചിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഷുവറായിട്ട് ഇതിലെല്ലാം ഏകദേശം എല്ലാം ഒരു 20+ തന്നെയാണ്. ഇതിന്റെ കുട്ടിയാണോ അത്? അതെ, അതിന്റെ കുട്ടിയാണ്. 10 എണ്ണത്തില് ആകെ 1 എണ്ണം ചെന എന്ന് പറയുന്നത് ഇതാണല്ലേ? അതെ. ഓ, ചെനയാണ്. നമുക്ക് എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അതിന്? ഇതിപ്പോ ആകും, നാളെ മറ്റന്നാളൊക്കെ പ്രസവിക്കുന്ന ലെവലാണ് കാണുന്നത്. അങ്ങനെയാണല്ലേ? അത്യാവശ്യം മടിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം മോള് തന്നെയാന്ന് തോന്നല്ലേ? ഏകദേശം എല്ലാം മോളിന്. ഒരെണ്ണം മാത്രം. 4 വലിയ പശുവാണ്. ഇത് ഒരു 4 വലിയുള്ള കടിഞ്ഞൂൽ പശു തന്നെയാണ്. കടിഞ്ഞൂൽ തന്നെയാണല്ലേ? എല്ലാവരുടെയും ആരോഗ്യവും കാര്യവും ഒന്ന് കണ്ടോട്ടോ. എല്ലാം ഓക്കെയാണ്. ഇത് ഇന്ന് രാവിലെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യത്തിന് തീറ്റയും കൂടിയൊക്കെ എടുത്ത് എല്ലാം റെഡിയാണ്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിലുള്ളത് ഇപ്പൊ എല്ലാം ഇനി ഒരെണ്ണം മാത്രം സെയിലിനുള്ളൂ. ബാക്കി എല്ലാം സെയിലിനുള്ളൂ. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പശുവിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ പറയും, വരുന്ന ടൈം പറയും. ആ ടൈമിൽ ആദ്യം വരുന്നവർക്ക്
ഓക്കെ, താല്പര്യം. എപ്പോഴും വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. അതായത് ഇവിടെ വന്ന് കണ്ട് പശുവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ കറവ കണ്ട് അല്ലെ, പ്രസവിച്ച പശുവാണെങ്കിൽ കറവ് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ 20 ഗ്യാരണ്ടി പറയുമ്പോ 20 ലിറ്റർ പാല് ഷുവറായിട്ട് ഉണ്ടാവും. ചിന്താമണി പോയാൽ നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് എടുത്താൽ മുതലാവില്ല, രണ്ടെണ്ണമായിട്ട് എടുത്താൽ മുതലാവില്ല. മിനിമം 6 എണ്ണം എടുത്താൽ കൂടി വണ്ടി വാടക 6000 രൂപയുടെ മേലെ വരും. അങ്ങനെയൊക്കെ ചിന്താമണി പശുക്കൾ ആ കാരണം കൊണ്ടെല്ലാം എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാനുമായി ബന്ധപ്പെടാം. 1 2 വേണമെന്നുള്ള കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഞാനായിട്ട് ബന്ധപ്പെടാം. നമുക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോ എന്താ തീറ്റ കൊടുക്കണേ ഇവർക്ക്? ഞാൻ നമ്മുടെ സാധാരണ കൂട്ട് തന്നെയാണ്. ഇവര് സൈലേജ് കഴിച്ച് പഠിക്കാൻ വേണ്ടി ഇതിപ്പോ സൈലേജ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തവിട് ഐറ്റംസും സൈലേജും പാടെ മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കും. അപ്പൊ അവരത് കഴിക്കാത്ത മാടുകള് ശീലിച്ചോളും. കഴിഞ്ഞ കൊണ്ടുവന്ന പശുക്കളെല്ലാം വിറ്റുപോയല്ലേ? അതെല്ലാം അന്നെ പോയി. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ നമ്മുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ ആവശ്യക്കാരെ വിളിച്ച് ഏകദേശം ആവുമ്പോൾ നമ്മളൊരു 10 എണ്ണം കൊണ്ടുവരും. ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മളിവിടെ കച്ചവടത്തിന്റെ ലെവലിൽ നിർത്തില്ല. അവര് മേടിച്ച ശേഷം പേയ്മെന്റ് വാങ്ങിയ ശേഷം നമ്മൾ ഇവിടെയുള്ള ബ്ലഡ് ടെസ്റ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കൊടുക്കുന്നു. കഴിഞ്ഞ ഒരു ഗ്യാരണ്ടിയോട് പറഞ്ഞായിരുന്നു, നമ്മളിപ്പോ വാങ്ങി കൊണ്ടുപോയി ഫുഡ് എടുക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിർത്തി ഞാനത് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് ഫുഡൊക്കെ എടുക്കുന്ന രീതിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അതിനുള്ള ഫുഡിന്റെ ചെലവും മെഡിസിന്റെ ചെലവും മാൻ പവർ വേണ്ട, മെഡിസിന്റെ ചെലവും നമ്മള് തന്നാ മതി. എനിക്ക് തോന്നുന്നു കേരളത്തില് മറ്റൊരു ഇല്ല, റിസ്ക് എടുക്കില്ല, വാങ്ങിയ ഉടനടി കൊണ്ടുപോകും. പിന്നെ അതിനൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഇതുപോലെ ഒരു ഗ്യാരണ്ടി തരുന്ന കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഏക ഒരു പശു വിൽപ്പന കേന്ദ്രം നമ്മുടെ പാലക്കാട് ക്ഷീര ഡയറി ഫാം മാത്രമേ ഉള്ളൂ. ഇപ്പഴാണെങ്കിൽ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വിറ്റു. അടുത്ത മൺഡേക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഒരു 10 എണ്ണം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടവര് കോണ്ടാക്ട് ചെയ്യും. ആ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. കറക്റ്റ് നമുക്ക് പാലക്കാട് ടൗൺ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഉള്ളൂ. തിരുനെല്ലായി എന്നാണ് സ്ഥലപ്പേര്. തൃശ്ശൂര് അവിടുന്ന് വരുന്നവർക്ക് കണ്ണന്നൂര് വന്ന് ലെഫ്റ്റ് ഹൈവേന്ന് ലെഫ്റ്റ് അടിച്ച് 3 കിലോമീറ്റർ ഏകദേശം 3 കിലോമീറ്റർ തിരുനെല്ലായി. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പാല് ഈട് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. അതായത് കൂടുതൽ കറക്കാം. നമുക്കിപ്പോ ഈ ചെന ആയാലും 7-ാം മാസത്തിൽ ചെനയിൽ നിർത്തുമ്പോഴും അത്യാവശ്യം ഒരു 13-14 ലിറ്റർ പാലുണ്ടാവും. പശുക്കളുടെ പോലെ 2 നേരം കൂടും. ഫാം നമ്മൾ റണ്ണിങ് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഒരു വർഷത്തോളം അതേ ലെവലിലെ റണ്ണിങ് പ്രോഫിറ്റോട് കൂടിയിട്ടുള്ള റണ്ണിങ് ആയിരിക്കും. അത് ജേഴ്സിയോ അല്ലെങ്കിൽ ജേഴ്സി ക്രോസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 5 മാസം ആവുമ്പോഴത്തേക്കും പാലിന് തീരുമാനമായി. പിന്നെ നമ്മൾ കയ്യിൽ ചെലവാക്കിയിട്ട് വേണം ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാനപ്പോ ക്ഷീര ഡയറി ഫാമിന്റെ 2 കോൺടാക്ട് നമ്പർ അല്ലേ? അതെ, ആ 2 കോൺടാക്ട് നമ്പർ കൊടുക്കാം. അബ്ദുൽ സമദ്, ഞാൻ എന്റെ പേര് ഹർഷാദ്. ഈ പശുക്കളെ കണ്ടിട്ട് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പിന്നെ ഡയറക്റ്റ് വന്നെടുക്കാം അല്ലെ? തീർച്ചയായിട്ടും.